ഹലോ മൈ ഗായ്സ്, ഇന്ന് നമ്മളൊരു കുടുംബത്തിലൊരു കല്യാണം കാണുന്നതാണ്. കല്യാണം പേരന്റെ അപ്പുറത്താണ്. ഈ നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഇതിന് ചെക്കന്മാരൊക്കെ ഇരുന്ന് കുറച്ചവിടെ നാട്ടുകാർക്കും വീട്ടുകാർക്കൊക്കെ വേണ്ടിട്ട് നമ്മൾ സപ്ലൈ ചെയ്തു. അല്ലെങ്കിലും പിന്നെ അങ്ങനെയാണല്ലോ, നമ്മൾ കുടുംബത്തിന്റെ നാട്ടുകാർക്കും വീട്ടുകാർക്കൊക്കെ വേണ്ടപ്പെട്ടവരാണ്. നമ്മൾ ഒരിട്ടും ചോറുന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ നമ്മൾ വീണ്ടും ചെക്കന്റെ എപ്പാനൊപ്പം ഇരുന്നു. ഇന്ന് കല്യാണ തലേന്നായതുകൊണ്ട് പരിയിലട്ട കല്യാണ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ നമ്മൾ നേരെ ഓഡിറ്റോറിയത്തേക്ക് ഒന്ന് പോയി നോക്കി. നമ്മൾ ചോറക്കണ അൻപർ കേട്ട് നമ്മൾ മെയിൻ പണ്ടാരില്ല തീഫാക്ക ചോറ് വെക്കണതും എല്ലാ പരിപാടിയും നമ്മളെ നാട്ടുകാരും വീട്ടുകാരും കുടുംബക്കാരും കാറ്ററിംഗ് സർവീസ് ആട്ടോ. ഇന്നത്തെ കല്യാണം മൊത്തത്തിലായിട്ട് ഇതേപോലെ നമുക്ക് നല്ല അടിപൊളി ഫുഡൊക്കെ കിട്ടണമെങ്കിൽ ലത്തീഫാക്കാനായിട്ട് കോൺടാക്ട് ചെയ്തോളൂ. കോൺടാക്ട് നമ്പർ പണ്ടാരാൾ പണിയൊക്കെ കണ്ടാണ് നോക്കി. അതിന്റെ കൂടെ നമുക്കും പണിയിട്ട് അവിടെ കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ അറിയാൻ. പച്ചക്കറിയൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഞങ്ങളാണ് മൊത്തത്തിൽ അരിഞ്ഞത് തോന്നുന്നു, പക്ഷെ ഞങ്ങൾ വെണ്ടൊക്കെ മാത്രം അരിഞ്ഞിട്ടുള്ളൂ. ഈ ചങ്ങായിനൊക്കെ കണ്ടില്ല, നിങ്ങൾ എവിടെ പോയാലും എനിക്ക് എന്തെങ്കിലുമൊക്കെ തോന്നുന്നു. ഇതേപോലെ മസാലന്റെ പാക്കറ്റ് പൊളിക്കാനുണ്ടായിട്ടാ. അങ്ങനെ പിറ്റേ ദിവസം കല്യാണം തുടങ്ങി. ഈ കാണാനായിട്ട് നമ്മളെ കല്യാണം രണ്ട് കല്യാണം നടക്കുന്നത്. അങ്ങനെ പെങ്ങളിമാടി കല്യാണം നടക്കുന്നത്. ആ കാണാനായിട്ട് ചെറുക്കന്റെ വാപ്പ നമ്മുടെ കുടുംബക്കാരെ കല്യാണം ആയതുകൊണ്ട് നമ്മൾ സജീവമായിക്കാണ് പ്രവർത്തിക്കണല്ലോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ പോയിക്കാണ് ചോറും ശേഷം നമ്മൾ ഫുൾ ടൈം സപ്ലൈ ചെയ്യാണ്ടായിട്ട് സപ്ലൈയുടെ വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അത്രയും തിരക്കാരും കുടുംബക്കാരെല്ലാരും ഒരുമിച്ചിരുന്ന ഒരു കല്യാണം ആയിട്ട് നമുക്ക് ഈ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നാട്ടിലെ കാരണവന്മാരും വേണ്ടപ്പെട്ടവരെല്ലാവരും ഉണ്ടായിട്ട് കല്യാണത്തിന് ഉച്ചക്കേശം ചെറുക്കന്റെ നമ്മൾ പെണ്ണിന്റെ വീട്ടിൽ പോയിട്ട് അവിടെ ഓടിച്ചോടത്തിൽ വെച്ചിട്ടുണ്ട് കല്യാണം കവാടൊക്കെ കടന്ന് നമ്മൾ നേരെ ഉള്ളിക്കണ കാണാൻ നമ്മൾ പുതിയ ചെക്കൻ ഡ്രസ്സൊക്കെ മാറ്റിട്ട് വേറെ ലുക്ക് ആയി വന്ന ചെക്കന്മാർ എല്ലാവരും ഉണ്ടായിട്ടുണ്ട് സ്റ്റേജിന്റെ സൈഡിൽ സജീവ. വെള്ളം കുടിച്ചപ്പോൾ ചെക്കനെ പോലെ ഫോട്ടോ എടുക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒടുക്കം പോലെ ആഗ്രഹിച്ച ആ ദിവസം വന്നെത്തി. പൊറാട്ടയും കോഴിക്കടായും കുബൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അവിടുത്തെ ചായ കുടിച്ചാണ്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ അടുത്ത കല്യാണം. അങ്ങനെ പുതിയ ആപ്പിളിന്റെ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ് അതേപോലെ തന്നെ ഗ്രൂപ്പ് ഫോട്ടോ ഫാമിലി ഫോട്ടോ ഒക്കെ കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞിട്ട് ബാക്കി പിന്നെ